ക്രിസ്തുവിൽ അനുഗ്രഹിക്കപ്പെട്ട എൻ്റെ പ്രിയ സഹോദരന്മാരെ, ഏവർക്കും കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം ചെയ്യുന്നു. നിങ്ങളേവരെയും ജീവിക്കുന്ന ക്രിസ്തു സമ്പൂർണ്ണ അനുഗ്രഹിക്കുമാറാട്ടെ. ഇന്ന് ദൈവാത്മാവ് നമുക്ക് നൽകുന്ന വചനം വിശുദ്ധ മാർക്കോസ് എഴുതിയ സുവിശേഷം 4-ാം അധ്യായം അതിൻ്റെ 35 വാക്യങ്ങൾ. ഒരു സന്ധ്യാസമയത്ത് കർത്താവും ശിഷ്യന്മാരും പടകിലൂടെ യാത്ര ചെയ്യുകയായിരുന്നു. യാത്രാമധ്യേ കർത്താവ് ക്ഷീണിതനായി ഉറങ്ങിപ്പോയി. അപ്പോൾ വലിയ കൊടുങ്കാറ്റടിക്കുകയും വലിയ വലിയ തിരകൾ ആഞ്ഞടിക്കുകയും ചെയ്തു. അതിൻ്റെ ഫലമായി വഞ്ചി നശിച്ചു പോകാറായി. അപ്പോൾ ശിഷ്യന്മാർ നിലവിളിച്ചു, കർത്താവിനെ ഉണർത്തി, ഗുരു, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? കർത്താവ് ഉണർന്ന് കാറ്റിനെയും കടലിനെയും ശാസിച്ചു. വലിയ ശാന്തതയുണ്ടായി. ഹല്ലേലൂയ. എന്നാൽ കർത്താവ് ശിഷ്യന്മാരെയും ശാസിച്ചു. അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് ഇതുവരെയും വിശ്വാസമില്ലേ? ഹല്ലേലൂയ. സഹോദരങ്ങളെ, ഹല്ലേലൂയ. ഫിലിപ്പിയർ 4:6-7 വാക്യങ്ങളോട് നമ്മൾ നോക്കുമ്പോൾ, ഇതുകൂടി ചേർത്ത് വായിക്കുമ്പോൾ, ഹല്ലേലൂയ, ഒന്നിനെ കുറിച്ച് ആകുലപ്പെടരുത്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ കർത്താവ് നമ്മുടെ ഒപ്പമുണ്ട്. നമ്മൾ അവിടുത്തെ മക്കളാണ്, മകനാണ്. ആകയാൽ കർത്താവ് നമ്മുടെ ജീവിതത്തിലുണ്ട്. അവൻ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. നാം നിരന്തരം പ്രാർത്ഥിക്കുന്നുവെങ്കിൽ, നമ്മുടെ വഴികൾ സത്യമെങ്കിൽ കർത്താവ് ഉണർന്ന് പ്രവർത്തിക്കും. എന്നാൽ നാം പ്രാർത്ഥനയിലും ഹല്ലേലൂയ, പ്രവൃത്തിയിലും ഹല്ലേലൂയ പിന്നോക്കമാണെങ്കിൽ ഹല്ലേലൂയ, കർത്താവ് ഉറങ്ങുകയായിരിക്കും. അവനെ പ്രാർത്ഥനയിലൂടെ നല്ല പ്രവൃത്തിയിലേക്ക് ഉണർത്തേണ്ടത് ഹല്ലേലൂയ നമ്മുടെ ആവശ്യമാണ്. ഹല്ലേലൂയ. ഫിലിപ്പിയർ 4:6 വായിക്കുമ്പോൾ പറയുന്നു, ഒന്നിനെ കുറിച്ചും ആകുലപ്പെടരുത്. എല്ലാ സാഹചര്യങ്ങളിലും കാറ്റടിച്ചാലും ഗോളടിച്ചാലും എന്തുണ്ടായാലും എന്ത് പ്രശ്നമുണ്ടായാലും ഹല്ലേലൂയ ശാന്തതയുടെ പ്രാർത്ഥനയാലും അപേക്ഷയാലും നന്ദിയോടെ നമ്മുടെ അപേക്ഷകളൊക്കെ കർത്താവിനെ അറിയിക്കുക അത്രേ വേണ്ടത്. ഹല്ലേലൂയ. കർത്താവ് നമ്മുടെ വഞ്ചിയിൽ നമ്മുടെ ജീവിതത്തിൽ ഉറങ്ങിയാണ്. അവനെ ശാന്തമായി വിളിച്ചുണർത്തി, പ്രാർത്ഥനയോടെ വിളിച്ചുണർത്തി അവനെ നമ്മുടെ കാര്യങ്ങളൊക്കെ ധരിപ്പിക്കുകയാണ് വേണ്ടത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അങ്ങനെ ആകുമ്പോൾ കർത്താവ് ഉണർന്ന് നമുക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ പരിഹരിച്ച് നമുക്ക് ആശ്വാസം പകരും. അങ്ങനെ കർത്താവ് സർവബുദ്ധിയും കവിയുന്ന ഹല്ലേലൂയ വലിയ സമാധാനം നമ്മുടെ ജീവിതത്തിൽ വർഷിക്കും. ഹല്ലേലൂയ. അത് നമ്മുടെ ഹൃദയത്തെയും മനസ്സിനെയും ഹല്ലേലൂയ ക്രിസ്തു യേശുവിൽ കാക്കും. ഹല്ലേലൂയ. പ്രിയ സഹോദരനെ, ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ ഉറങ്ങിപ്പോകാതെ സൂക്ഷിക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്. നിരന്തരമായ പ്രാർത്ഥനയിലൂടെ കർത്താവിന്റെ സഹായം നാം അപേക്ഷിച്ചുകൊണ്ടിരിക്കണം. കർത്താവ് ഉണർന്നിരിക്കുമ്പോൾ നമുക്ക് ഭയപ്പെടേണ്ട ആവശ്യമില്ല. അവൻ കാറ്റും കൂളും എന്ത് നമ്മുടെ ജീവിതത്തിൽ പ്രശ്നം വന്നാലും അവൻ അതിലേക്ക് ശാസിച്ച് ശാന്തപ്പെടുത്തും. നമുക്ക് കണ്ടുവച്ച് പറയാം, കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ അവിടുത്തെ ഉറപ്പിച്ച് എപ്പോഴും പ്രാർത്ഥിക്കുവാൻ, അവിടുത്തെ ഉണർത്തിക്കൊണ്ടേയിരിക്കുക, പ്രാർത്ഥനയോട് അവിടുത്തെ ഉണർത്തിക്കൊണ്ടിരിക്കുവാൻ സഹായിക്കണമേ. പ്രാർത്ഥനയുടെ കൃപയെ കർത്താവേ സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ